സാത്ർ രാവിലെ തന്നെ യാത്രയായി. അന്നത്തെ പ്രഭാതം മനോഹരമായിരുന്നു. സൂര്യൻ്റെ ചൂടേറ്റപ്പോൾ കനത്തിൽ വീണുകിടന്നിരുന്ന മഞ്ഞുരുകി വലിച്ച് താഴ്വരകളിലൂടെ കീഴ്പോട്ടിറങ്ങി. 10 മണിയായപ്പോൾ ഫാക്ടറിക്കുള്ള സ്ഥലം തെളിഞ്ഞു വന്നു. ജോലിക്കാർ വന്നു ചേർന്നിരുന്നു. അരമണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ ഫാക്ടറിയുടെ പ്ലാൻ തയ്യാറാക്കിയ എഞ്ചിനീയർ വന്നു ചേർന്നു. എഞ്ചിനീയർ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ആ പ്രദേശം അയാൾ ആദ്യമായി കാണുകയായിരുന്നെങ്കിലും ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം അയാൾക്ക് ലഭിച്ചിരുന്നു. പ്ലാൻ കയ്യിലെടുത്തുകൊണ്ട് ഫാക്ടറിയുടെ അടിത്തറ പണിയേണ്ട സ്ഥലത്ത് അയാൾ അടയാളങ്ങളിട്ടു. അവിടെയുണ്ടായിരുന്ന ഏതോ പഴയ കെട്ടിടത്തിൻ്റെ വലിയ കല്ലുകൾ ആദ്യമായി അവർ നീക്കം ചെയ്തു. അതിനുശേഷം അടിത്തറ കെട്ടിപ്പടുക്കാനുള്ള വാനം ശരിയാക്കാൻ തുടങ്ങി. കുറേ ദൂരം കുഴിച്ചു ചെന്നപ്പോൾ ഒരു കല്ലറയുടെ ഭാഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ജോലിക്കാരിൽ ഒരാൾ ജോലി അവസാനിപ്പിച്ച് ഭീതിയോടെ മാറി നിന്നു. ഫ്രാങ്ക്ലിൻ അടുത്തു ചെന്നു. എന്താണിത്? ഫ്രാങ്ക്ലിൻ ചോദിച്ചു. ഇതൊരു കല്ലറയാണെന്ന് തോന്നുന്നു, ജോലിക്കാരൻ പറഞ്ഞു. എങ്കിൽ അത് തുറക്കേണ്ട. അതിന് പുറത്തുനിന്ന് ജോലി തുടരട്ടെ. അദ്ദേഹം വന്നതിന് ശേഷം നമുക്ക് തുറക്കാം, ഫ്രാങ്ക്ലിൻ അഭിപ്രായപ്പെട്ടു. വാനം എടുത്തുകൊണ്ടിരുന്നപ്പോൾ അത്തരത്തിലുള്ള 4 കല്ലറകൾ കൂടി അവർ കാണുകയുണ്ടായി. എന്നാൽ അവയെല്ലാം കേടുവരുത്താതെ ജോലി തുടരുകയാണ് ചെയ്തത്. 5 മണിയായപ്പോൾ സൂര്യൻ ചക്രവാളത്തിൽ മറഞ്ഞു. അന്നത്തെ ജോലി അവസാനിപ്പിച്ചു ജോലിക്കാർ അവരവരുടെ വാസസ്ഥലങ്ങളിലേക്ക് പോയി. എഞ്ചിനീയറും ഫ്രാങ്ക്ലിനും അവരുടെ വസതിയിലേക്ക് മടങ്ങി. അന്നും നല്ലതുപോലെ മഞ്ഞുള്ള രാത്രിയായിരുന്നു. ചിമ്മിനിയിൽ തീയിട്ടുകൊണ്ട് അവർ ഇരുവരും അതിനടുത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. മണി 11 കഴിഞ്ഞു. ആ ശവക്കല്ലറകൾ അവിടെ വരുവാൻ കാരണമെന്താണ്? എഞ്ചിനീയർ ചോദിച്ചു. ഇവിടെ വളരെ പണ്ട് ചില കോട്ടകളും കൊട്ടാരങ്ങളും ഉണ്ടായിരുന്നതായിട്ടാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. അതിനുള്ള പല തെളിവുകളും കാണാനുണ്ട്. അവയിൽ ഏതെങ്കിലും കൊട്ടാരത്തിൻ്റെ ശ്മശാനമോ മറ്റോ ആയിരിക്കാം അത്. ഒരുപക്ഷെ നടുഭാഗത്ത് വീണ്ടും കല്ലറകൾ കണ്ടു എന്ന് വരാം. അതൊക്കെ നാം പരിശോധിക്കാതിരിക്കുന്നതാണ് നല്ലത്. സാത്രിൻ്റെ അഭിപ്രായം അറിഞ്ഞ ശേഷം ഇപ്പോൾ നമുക്ക് നീക്കം ചെയ്യേണ്ട കല്ലറകൾ തുറന്നു നോക്കാം, ഫ്രാങ്ക്ലിൻ പറഞ്ഞു. എന്നാൽ ചെറുപ്പക്കാരനായ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ആ കല്ലറകൾ തുറന്നു കാണണമെന്നുള്ള മോഹം ജനിച്ചു. ആ കല്ലറകൾ തുറന്നു നോക്കിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു, എഞ്ചിനീയർ അഭിപ്രായപ്പെട്ടു. ഈ രാത്രിയിൽ കല്ലറകൾ തുറന്ന് പരിശോധിക്കുകയോ? താങ്കൾ എന്താണ് പറയുന്നത്? ഫ്രാങ്ക്ലിൻ അത്ഭുതത്തോടെ എഞ്ചിനീയറുടെ മുഖത്തേക്ക് നോക്കി. മണി 12 കഴിഞ്ഞിരുന്നു. അത് തുറന്നു നോക്കിയാൽ എന്ത് അപകടമാണ് സംഭവിക്കാൻ പോകുന്നത്? എഞ്ചിനീയർ ചോദിച്ചു. അപകടത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. പുറത്ത് നല്ലപോലെ മഞ്ഞ് പൊഴിയുന്നുണ്ട്. ചിലപ്പോൾ 2 അടി കനത്തിൽ മഞ്ഞുണ്ടായിരിക്കും. കല്ലറകൾ തന്നെ മൂടിക്കാണുമോ എന്ന് ഞാൻ സംശയിക്കുകയാണ്, ഫ്രാങ്ക്ലിൻ പറഞ്ഞു. അത് സാരമില്ല. അവിടം വരെ ഒന്ന് പോയി നോക്കുന്നതിൽ എന്താണ് തകരാറ്? ആ കല്ലറകളെക്കുറിച്ച് എനിക്ക് ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. എന്താണ്? പഴയകാലത്ത് പ്രത്യേകിച്ച് പ്രഭുക്കന്മാരുടെയോ രാജാക്കന്മാരുടെയോ അവരുടെ ബന്ധുക്കളുടെയോ മൃതശരീരങ്ങൾ മറവ് ചെയ്യുമ്പോൾ അതോടൊപ്പം അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും ആയുധങ്ങളും മറവ് ചെയ്യുക പതിവായിരുന്നു. എഞ്ചിനീയർ പറഞ്ഞത് ശരിയായിരുന്നു. പണ്ട് ഫറവോ രാജാക്കന്മാരോ അവരുടെ രാജ്ഞിമാരോ മരണമടയുമ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും വേഷഭൂഷാദികളും ധരിപ്പിച്ച് ശരീരത്തിന് കേടുവരാത്ത രൂപത്തിൽ ചില ഔഷധങ്ങൾ പുരട്ടി വായു കടക്കാതെ പൊതിഞ്ഞ് സംരക്ഷിച്ചു വയ്ക്കും. അതോടുകൂടി കല്ലറയിൽ അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും ഒരു നേരത്തെ ആഹാരവും ഒരു പ്രാർത്ഥന പുസ്തകവും വയ്ക്കുക പതിവുണ്ടായിരുന്നു. പുനർജന്മത്തിൽ അവർ വിശ്വസിച്ചിരുന്നുകൊണ്ട് മൃതശരീരങ്ങൾക്ക് ഒരു കാരണവശാലും കേടുവരുത്തുവാൻ അവർ സമ്മതിച്ചിരുന്നില്ല. പുനർജീവിക്കുമ്പോൾ അവർക്ക് കഴിക്കാനുള്ള ആഹാരമായിട്ടാണ് കല്ലറയിൽ ഭക്ഷണം കരുതി വയ്ക്കുന്നത്. ഏതെങ്കിലും കാലത്ത് പുനർജന്മം ലഭിക്കുമ്പോൾ അവർക്ക് സഹായത്തിനായി അടിമകളെയും പരിചാരകരെയും മൃതശരീരത്തോടൊപ്പം തന്നെ കൊന്ന് അടക്കം ചെയ്യുന്ന പതിവും അന്നും ഉണ്ടായിരുന്നു. ഇങ്ങനെ സൂക്ഷിക്കുന്ന മമ്മികൾ വലിയ പിരമിഡുകൾക്കുള്ളിൽ തീർത്തിട്ടുള്ള മുറികളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. 5000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും യാതൊരു കേടും സംഭവിക്കാതെ ഈ മൃതശരീരങ്ങൾ കാണപ്പെടുന്നുണ്ട്. അവയെക്കുറിച്ച് ശരിയായ ബോധ്യമുണ്ടായിരുന്നുകൊണ്ടാണ് ഫ്രാങ്ക്ലിൻ ആ കല്ലറ പരിശോധിക്കാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ പകൽ സമയം അത് പരിശോധിക്കാമല്ലോ, ഫ്രാങ്ക്ലിൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാനും പറഞ്ഞത് ഇപ്പോൾ തന്നെ അത് പരിശോധിക്കണമെന്ന്. ഈ നാട്ടിൽ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വിവരമുണ്ടെങ്കിൽ ഈ രാത്രി തന്നെ അവർ അത് തുറന്നു പരിശോധിക്കാൻ മടിക്കുകയില്ല. ഇപ്പോൾ തന്നെ പോകണമെന്നാണോ താങ്കൾ പറയുന്നത്? ഫ്രാങ്ക്ലിൻ ചോദിച്ചു. അതെ. ശരി, താങ്കൾക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ പോകാം. പക്ഷേ യാത്ര വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവർ ഇരുവരും എണീറ്റ് കമ്പിളി വസ്ത്രങ്ങൾ ധരിച്ചു. തറയിൽ മഞ്ഞ് വീഴുന്നതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഗംബൂട്ടുകൾ ധരിച്ചു. നല്ല പ്രകാശമുള്ള ഒരു ടോർച്ചും ഒരു ഡബിൾ ബാരൽ ഗണ്ണും അവർ കയ്യിലെടുത്തു. അവർ താമസിച്ചിരുന്ന കെട്ടിടത്തിൽ നിന്നും പുറത്തിറങ്ങി ഫാക്ടറിക്കായി എടുത്തിരുന്ന സ്ഥലത്തേക്ക് നടന്നു. പുറത്ത് കട്ടം പിടിച്ച ഇരുട്ടായിരുന്നു. മജ്ജ വരെ തുളച്ചു കയറുന്ന തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു. മഞ്ഞ് അവരുടെ കോട്ടിലും തൊപ്പിയിലും വീണുകൊണ്ടിരുന്നു. തറയിൽ പതിഞ്ഞു കിടന്നിരുന്ന മഞ്ഞിൽ ചവിട്ടി അവർ മുന്നോട്ട് നടന്നു. മുന്തിരിത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടിയുള്ള ചെരുവിൽ കൂടി നടന്ന് അവർ ഫാക്ടറി പണിയുവാനുള്ള സ്ഥലത്തെത്തി. കല്ലറയുടെ സമീപത്ത് എത്തി അവർ നിന്നു. ആ ഭാഗത്തേക്ക് ടോർച്ചടിച്ചു നോക്കി. അത്ഭുതം! അവർ ഇരുവരും കർത്തവ്യ മൂഢരായി നിന്നു പോയി. ആ കല്ലറ തുറന്നു കിടന്നിരുന്നു. എന്താണ് നാം കാണുന്നത്? കല്ലറ തുറന്നു കിടക്കുന്നത് നാം കാണുന്നില്ലേ? ഇതിനകത്തുണ്ടായിരുന്ന മൃതശരീരം എവിടെ പോയി? ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? എഞ്ചിനീയർ തണുപ്പിൽ നിന്നും രക്ഷ നേടുവാൻ ഒരു സിഗരറ്റിന് തീ കൊളുത്തിക്കൊണ്ട് പറഞ്ഞു.
അടുത്ത കല്ലറ കൂടി നമുക്ക് നോക്കാം. ഫ്രാങ്ക്ലിൻ ടോർച്ച് തെളിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. ശേഷിച്ച 4 കല്ലറകളും അവർ പരിശോധിച്ചു. അവ തുറന്നിരുന്നില്ല. എങ്കിലും അവയുടെ മുകളിലുള്ള സ്ലാബുകൾ നീക്കം ചെയ്തിരുന്നു. ഫ്രാങ്ക്ലിനും എഞ്ചിനീയറും കൂടി ഒരു കല്ലറയുടെ മുകളിലുള്ള കരിങ്കൽ പാളി നീക്കം ചെയ്തു. അതിനുള്ളിൽ ദ്രവിച്ച് നാമാവശേഷമായ ഒരു മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നത് അവർ കണ്ടു. മറ്റ് 3 കല്ലറകളും തുറന്നു പരിശോധിച്ചതിൽ ഈ അനുഭവം തന്നെയാണ് ഉണ്ടായത്. ആരോ ഈ കല്ലറകൾ തുറന്നു നോക്കിയിട്ടുണ്ടെന്നുള്ളത് നിസ്സംശയമാണ്. എന്നാൽ ആദ്യത്തെ കല്ലറയിൽ നിന്ന് മൃതശരീരം അപ്രത്യക്ഷമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ യാതൊരു അവശിഷ്ടങ്ങളും നാം കാണുക ഉണ്ടായില്ല. എഞ്ചിനീയർ പിന്തിരിഞ്ഞു. അവർ വാസസ്ഥലത്ത് മടങ്ങിയെത്തി. അന്ന് രാത്രി ഇരുവരും ഉറങ്ങിയില്ല. അപ്രത്യക്ഷമായ ആ മൃതശരീരത്തെക്കുറിച്ചായിരുന്നു അവരുടെ ചിന്ത. അതിന് എന്ത് സംഭവിച്ചുവെന്ന് അവർ അത്ഭുതപ്പെട്ടു. പകൽ സമയം ആ കല്ലറകൾക്ക് യാതൊരു കേടും സംഭവിച്ചിരുന്നില്ല. എന്നാൽ രാത്രി സമയത്താണ് അവ നഷ്ടപ്പെട്ടത്. ആരോ അവിടെ രാത്രി വന്നു എന്നുള്ളതും മൃതശരീരം കടത്തിക്കൊണ്ട് പോയെന്നും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. സാത്ർ വരുമ്പോൾ എന്ത് സമാധാനം പറയണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. നടന്ന സംഭവങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അദ്ദേഹം ഈ പ്രദേശം ഉപേക്ഷിച്ച് പോകാനും മതി. ഫ്രാങ്ക്ലിൻ ആരോടുമില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നു. മണി 2 അടിച്ചു. ഗർവാസിസിൻ്റെ കാര്യം ഓർത്തപ്പോൾ ഫ്രാങ്ക്ലിന് വീണ്ടും അസ്വസ്ഥതയായി. അയാളുടെ മൃതശരീരം ആ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ തന്നെ കിണറ്റിനുള്ളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. അവരുടെ കൺപോളകൾക്ക് കനം കൂടി വന്നു. ക്രമേണ അവർ ഉറക്കത്തിലേക്ക് വഴുതി വീണു. മണി 2:30. ടക്ക് 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 ടക്ക്. ആ ബംഗ്ലാവിൻ്റെ വാതിൽ ആരോ തുറക്കുന്ന ശബ്ദം സാവധാനം കേട്ടു തുടങ്ങി. വാതിൽ പൂർണ്ണമായും തുറന്നു കഴിഞ്ഞു. ആ ഭീകരരൂപം മുറിക്കുള്ളിൽ പ്രവേശിച്ചു. ആ രൂപത്തിന് 7 അടിയിലധികം ഉയരമുണ്ടായിരുന്നു. ഇരുട്ടുകൊണ്ട് ആ രൂപം എന്താണെന്ന് വ്യക്തമല്ലായിരുന്നു. സാവധാനം ഓരോ കാലടിയും മുന്നോട്ട് വച്ച് അത് സ്വീകരണ മുറിയിൽ കടന്നു നിന്നു. ആ സമയം മച്ചിൽ നിന്നും താഴേക്ക് തൂങ്ങിക്കിടന്നിരുന്ന ഒരു ചങ്ങല അതിൻ്റെ ശിരസിൽ സ്പർശിച്ചു. പണ്ടുകാലത്ത് വിളക്ക് തൂക്കുവാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഇരുമ്പ് ചങ്ങലയായിരുന്നു അത്. സ്പർശിച്ചപ്പോൾ ആ രൂപം തൻ്റെ വലതുകരം ഉയർത്തി ആ ചങ്ങലയിൽ പിടിച്ച് താഴേക്ക് വലിച്ചു. ഒട്ടും തന്നെ ശക്തി പ്രയോഗിച്ചില്ല അത് വലിച്ചത്. എന്നാൽ ഒരു വണ്ടി നൂൽ പൊട്ടുന്നതുപോലെ അത് മച്ചിൽ നിന്നും പിടിവിട്ട് രൂപത്തിൻ്റെ കയ്യിലായി. അതും കയ്യിൽ ലഭിച്ച ഉടനെ ആ രൂപം അത് ശക്തിയായി വലിച്ചെറിഞ്ഞു. അത് ചെന്ന് പതിഞ്ഞത് വലതുവശത്തേക്കുള്ള മുറിയുടെ വാതിലായിരുന്നു. ഒരു ഭയങ്കര ശബ്ദം അവിടെയുണ്ടായി. ശബ്ദം ആ ബംഗ്ലാവിൽ മുഴങ്ങി. ഫ്രാങ്ക്ലിൻ ഞെട്ടി ഉണർന്നു. ഞാനൊരു ശബ്ദം കേട്ടുവോ എന്ന് അദ്ദേഹം സംശയിച്ചു. അതോ ഒരു തോന്നലാണോ എന്ന് കരുതി അദ്ദേഹം കിടക്കയിൽ എണീറ്റിരുന്നു. പെട്ടെന്ന് ആരോ ഓടി അകലുന്ന ഒരു കാലടി ശബ്ദം അദ്ദേഹത്തിൻ്റെ ശ്രവണപുടങ്ങളിൽ പതിഞ്ഞു. ഫ്രാങ്ക്ലിൻ കിടക്കയിൽ നിന്ന് എണീറ്റ് സ്വീകരണ മുറിയിൽ വന്നു. അദ്ദേഹം ടോർച്ച് തെളിച്ചു. സാധാരണ അദ്ദേഹം ടോർച്ച് തെളിക്കുമ്പോൾ മച്ചിൽ തൂങ്ങിക്കിടന്നിരുന്ന ചങ്ങലയുടെ നിഴൽ എതിർവശത്തുള്ള ചുവരിൽ പതിയുമായിരുന്നു. എന്നാൽ ഇത്തവണ അത് കാണാതെ വന്നപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടെ ആ ചങ്ങല കിടന്നിരുന്ന ഭാഗത്തേക്ക് ലൈറ്റ് തെളിച്ചു. മച്ചിൽ ചങ്ങല ഞാന്നു കിടന്നിരുന്ന കൊളുത്ത് അടർന്നു പോയിരിക്കുന്നത് അദ്ദേഹം കണ്ടു. ചങ്ങല എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അദ്ദേഹം ലൈറ്റടിച്ച് മുറി മുഴുവൻ പരിശോധിച്ചു. അതാ കിടക്കുന്നു. പിറുപിറുത്തുകൊണ്ട് ഫ്രാങ്ക്ലിൻ വലതുവശത്തുള്ള വാതിലിനടുത്തേക്ക് വന്നു. വാതിൽ പാളി പൊട്ടിക്കീറിയിരുന്നു. ചങ്ങല അതിന് താഴെ കിടക്കുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഫ്രാങ്ക്ലിൻ സ്വയം ചോദിച്ചു. അപ്പോഴാണ് പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ പതിഞ്ഞത്. വാതിലിൻ്റെ കൊളുത്ത് അടർന്നു പോയിരുന്നു. ചങ്ങല പൊട്ടിച്ചെടുത്ത് എറിയുവാൻ തക്ക അസാമാന്യ ശക്തിയുള്ള ആരോ അതിനുള്ളിൽ കടന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് അനുവദിച്ചില്ല. എല്ലാ മുറികളിലും ഫ്രാങ്ക്ലിൻ പരിശോധിച്ചു. പക്ഷേ ആരെയും കണ്ടില്ല. എഞ്ചിനീയറെ വിളിച്ച് വിവരം പറയണമെന്നുണ്ടായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. കൊളുത്ത് അടർന്നു പോയതുകൊണ്ട് പുറത്തേക്കുള്ള വാതിൽ അടയ്ക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു വലിയ മേശ വാതിൽ പാളികളിൽ ചാരിയ ശേഷം അതിനോട് ചേർത്ത് വെച്ചു. കണ്ണടച്ചു കിടക്കുമ്പോഴും ആ ഭയങ്കര ശബ്ദം അദ്ദേഹത്തിൻ്റെ കാതുകളിൽ അപ്പോഴും മാറ്റിക്കൊണ്ടിരുന്നു. ഉറക്കം വരാത്തതുകൊണ്ട് ഫ്രാങ്ക്ലിൻ അലമാര തുറന്ന് അതിൽ നിന്നും ഒരു കുപ്പി വിസ്കി എടുത്ത് തുറന്ന് അല്പം അകത്താക്കി. എഞ്ചിനീയർ വെളുപ്പിനെ ഉണർന്നു. മഞ്ഞ് അപ്പോഴും പരിസരങ്ങളിൽ നിന്ന് ഉരുകി തീർന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ സൂര്യൻ ഉദിച്ചുയർന്നു. വെള്ളി പോലെ പ്രകാശിച്ചിരുന്ന മഞ്ഞിൻ്റെ ചെറിയ കൂനകൾ സാവധാനം അമരുവാൻ തുടങ്ങി. 10 മണിയായപ്പോൾ ജോലിക്കാർ വന്നു ചേർന്നു. കല്ലറ പൊളിച്ചു മാറ്റുവാൻ എഞ്ചിനീയർ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവർ കല്ലറയുടെ മേൽമുടി നീക്കം ചെയ്തു. അതിനുള്ളിൽ യാതൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ അവരുടെ പരിഭ്രമം വിട്ടുമാറി. 4 കല്ലറകളും നീക്കം ചെയ്തു കഴിഞ്ഞു. വൈകുന്നേരമായപ്പോൾ ജോലിക്കാർ പോയി. ഫ്രാങ്ക്ലിനും എഞ്ചിനീയറും മാത്രം ബാക്കിയായി. രാത്രി ഭക്ഷണത്തിന് ശേഷം അവർ ചിമ്മിനിക്കടുത്ത് പുകവലിച്ചു കൊണ്ടിരുന്നു. പ്രേത പിശാചുകളെക്കുറിച്ച് താങ്കൾക്ക് വിശ്വാസമുണ്ടോ? ഫ്രാങ്ക്ലിൻ എഞ്ചിനീയറോട് ചോദിച്ചു. ആത്മാവെന്ന് പറയുന്ന സ്ഥിതിവിശേഷത്തിൻ്റെ മറ്റൊരു രൂപമാണല്ലോ പ്രേതവും പിശാചും. ആത്മാവെന്ന് പറയുമ്പോൾ അതിൽ ഈശ്വരാംശം കലർന്നിട്ടുണ്ട്. എന്നാൽ പ്രേതങ്ങളാകുമ്പോൾ അതിൽ പൈശാചിക ഭാവവുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈശ്വരനെ വിശ്വസിക്കുന്നവർ പിശാചുണ്ടെന്ന് സമ്മതിക്കേണ്ടതായി വരും. താങ്കൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ടോ? എഞ്ചിനീയർ ചോദിച്ചു. എല്ലാത്തിൻ്റെയും ഉത്ഭവം ഈശ്വരനിൽ നിന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ചില അഭൗമിക ശക്തികളുണ്ടെന്ന് ഞാൻ വളരെ പാണ്ഡിത്യമുള്ള ആളുകളിൽ നിന്നും കേട്ടിട്ടുണ്ട്. മരണമടഞ്ഞവരുടെ ആത്മാക്കൾ അല്ലെങ്കിൽ അവരുടെ ജീവൻ വീണ്ടും കണ്ടതായും സംസാരിച്ചതായും ഉള്ള ചില അനുഭവ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്.
അവയിൽ ചിലതൊക്കെ വിശ്വസിക്കാൻ പോകുന്നവയാണ്, ചിലപ്പോൾ വിശ്വസിക്കാൻ തക്ക രീതിയിൽ കെട്ടിച്ചമച്ചതാകാനും മതി. ഒരിക്കൽ ഒരു പത്ര റിപ്പോർട്ട് ഞാൻ കാണുകയുണ്ടായി. വാർത്ത ഇതാണ്: പുരസ്കരിച്ച് ചില നോവലുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. സംഭവം ഇംഗ്ലണ്ടിലാണ് നടന്നത്. രാത്രി 12 മണി. ഒരു മധ്യവയസ്കൻ ക്ലബ്ബിൽ നിന്ന് വീട്ടിലേക്ക് തൻ്റെ കാറിൽ പോകുകയായിരുന്നു. വിജനമായ സ്ഥലത്തുകൂടി 40 മൈൽ പോകേണ്ടി വന്നു. പാതയുടെ മധ്യഭാഗത്തായി ഒരു ലെവൽ ക്രോസ് ഉണ്ട്. ഗേറ്റും ഉണ്ടായിരുന്നില്ല, കാവൽക്കാരും അവിടെ ഇല്ലായിരുന്നു. മൂടൽമഞ്ഞ് പരിസരത്തെ ബാധിച്ചിരുന്നുകൊണ്ട് കാറിൻ്റെ പ്രകാശം അതിദൂരം കടന്നുപോയില്ല. വണ്ടി ലെവൽ ക്രോസിനെ സമീപിച്ചുകൊണ്ടിരുന്നു. ലെവൽ ക്രോസിന് 20 മീറ്റർ അടുത്തെത്തിയപ്പോൾ ഒരു യുവതി റോഡിൻ്റെ ഒരു വശത്ത് നിന്ന് കൈനീട്ടി. അയാൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. ഡോർ തുറന്ന് അയാൾ പുറത്തിറങ്ങി. അടുത്ത നിമിഷം 50-ലധികം വാഗണുകൾ ഘടിപ്പിച്ച ഒരു ഗുഡ്സ് ട്രെയിൻ മിന്നൽ പോലെ കടന്നുപോയി. കാർ അവിടെ ബ്രേക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായും അയാളുടെ അന്ത്യം അവിടെ കുറിക്കുമായിരുന്നു. അയാൾ ടോർച്ച് തെളിച്ച് ആ യുവതിയെ അവിടെയെല്ലാം നോക്കി. എന്നാൽ അവളെ കാണുവാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ആ യുവതി കൈ കാണിക്കുകയും അവളെ കാണാതാകുകയും ചെയ്തപ്പോൾ അയാൾക്ക് അല്പം ഭീതി തോന്നാതിരുന്നില്ല. അയാൾ അതിവേഗം കാർ ഓടിച്ച് അവിടുന്ന് പോകുകയും ചെയ്തു. അതേ സ്ഥലത്ത് വെച്ച് 3 മാസത്തിന് ശേഷം വീണ്ടും ഒരു സംഭവം നടന്നു. സമയം രാത്രി 1:45. അടുത്ത കാലത്ത് വിവാഹിതരായ 2 യുവമിഥുനങ്ങൾ ഒരു ദൂരയാത്ര കഴിഞ്ഞ് ഇതേ സ്ഥലത്ത് കൂടി കടന്നു പോവുകയായിരുന്നു. സമയം വളരെ വൈകിയതിനാൽ കഴിയുന്നതും വേഗം ഹോട്ടലിലെത്തുക എന്ന ഉദ്ദേശത്തോടെ അവർ കാർ വളരെ വേഗം ഡ്രൈവ് ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. ലെവൽ ക്രോസിന് 20 മീറ്റർ ഇപ്പുറം എത്തിയപ്പോൾ പെട്ടെന്ന് ഒരു യുവതി നടുറോഡിൽ നിന്ന് ഇരു കൈകളും കൊണ്ട് കാർ നിർത്തുവാൻ ആവശ്യപ്പെട്ടു. കാർ ഡ്രൈവ് ചെയ്യുന്ന ചെറുപ്പക്കാരൻ്റെ കാൽ ബ്രേക്കിൽ അമർന്നു. വണ്ടി ഒരു ശീൽക്കാരത്തോടെ നിന്നു. അതേ നിമിഷം അതിവേഗതയിൽ ഒരു പാസഞ്ചർ ട്രെയിൻ ലെവൽ ക്രോസിലൂടെ കടന്നുപോയി. പിന്നീട് അതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായത് ഒരു ട്രക്ക് ഡ്രൈവർക്കായിരുന്നു. ചരക്കുകൾ ഇറക്കിയ ശേഷം വിശ്രമത്തിനു വേണ്ടി 40 കിലോമീറ്റർ അകലെയുള്ള ഒരു ഹോട്ടലിലേക്ക് അയാൾ നിരപ്പുള്ള റോഡിൽ കൂടി വളരെ വേഗതയിൽ വാഹനം വിട്ടു പോവുകയായിരുന്നു. നല്ല തെളിഞ്ഞ ആകാശം. നക്ഷത്രങ്ങൾ മുത്തുവാരി വിതറിയതുപോലെ ഇരുണ്ട ആകാശത്തിൽ നിരന്നു കിടക്കുന്നു. തെക്കേ ചക്രവാളത്തിന് കുറെ മുകളിലായി ചന്ദ്രൻ ഒരു ചുവന്ന ഗോളം പോലെ പ്രകാശിച്ചു നിൽക്കുന്നു. അല്പം മദ്യം അകത്തുള്ളതുകൊണ്ട് അയാൾക്ക് വേഗതയിൽ വണ്ടി വിട്ടുപോകുവാൻ ഒരു മോഹം തോന്നി. ലെവൽ ക്രോസിനെക്കുറിച്ച് അയാൾ മറന്നിരുന്നു. എന്നാൽ ലെവൽ ക്രോസിന് 6 മീറ്റർ അകലെ എത്തിയപ്പോൾ അതാ ഒരു യുവതി റോഡിൻ്റെ നടുക്ക് നിന്നു കൈ ഉയർത്തി കാണിക്കുന്നു. അയാൾ വാഹനം നിർത്തി. 2 നിമിഷം. ഒരു ഗുഡ്സ് ട്രെയിൻ പാളത്തിലൂടെ അതിശീഘ്രം പടിഞ്ഞാറോട്ട് പോയി. അയാൾ അവിടെ ബ്രേക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ആ തീവണ്ടിയുമായി ട്രക്ക് കൂട്ടിയിടിച്ച് തരിപ്പണമാകുമായിരുന്നു. അപ്പോൾ ഉണ്ടായ പരിഭ്രമം ഒഴിവായപ്പോൾ അയാൾ ലൈറ്റ് കൊണ്ട് പുറത്തിറങ്ങി. എന്നാൽ ആ യുവതിയെ അവിടെ എങ്ങും കാണുവാനില്ലായിരുന്നു. ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും അവിടെ ആവർത്തിക്കപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ ഒരു വിദഗ്ധ സംഘം തയ്യാറായി. അവർ അത് കണ്ടുപിടിക്കുവാൻ വേണ്ടി പല രാത്രികളിലും മിനക്കെട്ട് നോക്കി. ഫലമുണ്ടായില്ല. ആ യുവതിയെ അവർക്ക് കാണുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു രാത്രി ആ സംഘത്തിൽപ്പെട്ട ഒരാൾ തനിച്ച് ആ വഴിക്ക് കാറിൽ സഞ്ചരിക്കുവാൻ തീർച്ചയാക്കി. അയാൾ ഒരു കാറുമായി തീവണ്ടി വരുന്ന സമയം കണക്കാക്കി യാത്ര ആരംഭിച്ചു. അയാൾ കാറിന് വേഗത കൂട്ടി ഓടിച്ചു വന്നു. ലെവൽ ക്രോസിനടുത്ത് വെച്ച് അയാൾ കാറിന് വീണ്ടും വേഗത വർദ്ധിപ്പിച്ചു. കാർ ലെവൽ ക്രോസ് കടന്നുപോയി. അല്പം കഴിഞ്ഞ് തീവണ്ടി പാഞ്ഞു വരുന്നത് അയാൾ കണ്ടു. അതിനുശേഷം 2 മാസം കഴിഞ്ഞ് ഈ സംഭവത്തെക്കുറിച്ച് യാതൊന്നും അറിയാത്ത ഒരു സ്കോട്ട്ലൻഡുകാരൻ ആ വഴി തൻ്റെ സ്പോർട്സ് കാർ ഓടിച്ചുകൊണ്ട് വന്നു. 80 മൈൽ വേഗതയിലായിരുന്നു അയാൾ കാർ ഓടിച്ചിരുന്നത്. ലെവൽ ക്രോസിനടുത്തെത്തിയപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും കൂടി കാറിന് കുറുകെ കൈ കാണിച്ചു. അസമയമായിരുന്നുകൊണ്ട് അയാൾ കാർ നിർത്തി. ഉടൻ ഒരു ട്രെയിൻ അതുവഴി കടന്നുപോയി. അയാൾ ആ സമയം ബ്രേക്ക് ചവിട്ടിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായും തീവണ്ടിയുമായി കൂട്ടിയിടിക്കുമായിരുന്നു. കാർ നിർത്തിയ ഉടനെ തന്നെ അയാൾ വണ്ടിയിൽ നിന്നിറങ്ങി ആ സ്ത്രീയെയും പുരുഷനെയും അന്വേഷിച്ചു. പക്ഷേ അവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അയാൾ ആ വാർത്ത ഒരു പ്രസിദ്ധീകരണത്തിന് നൽകി. വീണ്ടും ആ സംഭവം ചർച്ചാ വിഷയമായി. ഇതിൻ്റെ തുടക്കം എന്താണെന്നറിയുവാൻ ഒരു കുറ്റാന്വേഷകൻ തീരുമാനിച്ചു. അദ്ദേഹം ആ വാർത്തകൾക്ക് പ്രാധാന്യം നൽകി പ്രസിദ്ധീകരിച്ചിരുന്ന പത്രത്തിൻ്റെ ഓഫീസിൽ ചെന്ന് ആ പത്രത്തിൻ്റെ പിന്നോട്ടുള്ള എല്ലാ ലക്കങ്ങളും പരിശോധിക്കാൻ ഒരുമ്പെട്ടു. അങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 7 വർഷം മുമ്പ് അതേ സ്ഥാനത്ത് വെച്ച് നടന്ന ദാരുണമായ ഒരു സംഭവത്തിൻ്റെ ചരിത്രം അദ്ദേഹം കണ്ടുപിടിച്ചു. ഒരു രാത്രി അടുത്ത കാലത്ത് വിവാഹിതരായ 2 യുവാക്കൾ ഒരു വിരുന്നിൽ സംബന്ധിച്ച ശേഷം കാർ ഓടിച്ചു പോവുകയായിരുന്നു. സമയം രാത്രി 1 കഴിഞ്ഞു. അവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ടെന്നുള്ള വസ്തുത അവർ മറന്നിരുന്നു. അത് അവരെ ദാരുണമായ ഒരു അന്ത്യത്തിലേക്ക് നയിച്ചു. കാർ ലെവൽ ക്രോസിന് തൊട്ടടുത്തെത്തിയതും പാഞ്ഞു വന്ന ഒരു ട്രെയിൻ അടുത്തു വന്നതും ഒപ്പമായിരുന്നു. ബ്രേക്ക് ചവിട്ടാൻ സമയം കിട്ടുന്നതിന് മുൻപ് അവരുടെ വാഹനം അന്തരീക്ഷത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. അങ്ങനെ 2 പേരും അപകട മരണത്തിന് ഇരയായി. കുറ്റാന്വേഷകൻ്റെ ചിന്തയ്ക്ക് തീപിടിച്ചു. പിന്നീടുള്ള സംഭവങ്ങളുമായി തട്ടിച്ചു നോക്കിയപ്പോൾ അയാൾക്ക് അത് വിശ്വസിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. മറ്റുള്ളവരെ രക്ഷിച്ചത് അന്ന് ദാരുണമായി മരണമടഞ്ഞ ആ യുവമിഥുനങ്ങളുടെ പ്രേതങ്ങളാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതോടുകൂടി അവിടെ ഒരു വാണിംഗ് വിളക്ക് സ്ഥാപിച്ചു. അതിനുശേഷം അവരെ ആരും അവിടെ കാണുകയുണ്ടായില്ല. തീവണ്ടി ഇടിച്ച് അപകടമരണം പ്രാപിച്ചവരുടെ പ്രേതങ്ങളാണ് അവരെന്ന് എല്ലാവരും വിശ്വസിച്ചു. ഇതുപോലെയുള്ള മറ്റ് ചില സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളതായി തെളിവുകളുണ്ട്.
അവയെല്ലാം പുനർജന്മവുമായി ബന്ധപ്പെട്ടവയാണ്. ഒരിക്കൽ മധ്യവയസ്കനായ ഒരു മനുഷ്യനും അയാളുടെ മകളും കൂടി സ്വിറ്റ്സർലൻഡിൽ ഒരു വിനോദയാത്രയ്ക്ക് പോയി. അവർ അങ്ങനെ പല സ്ഥലങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആൾ താമസമില്ലാത്ത ഒരു കെട്ടിടത്തിൻ്റെ മുന്നിലെത്തി. പെട്ടെന്ന് പെൺകുട്ടി ആ കെട്ടിടത്തിലേക്ക് നോക്കി നിന്നു. ആ കാണുന്ന ബംഗ്ലാവിൽ ഞാൻ പോയിട്ടുണ്ട്. അതിന് 54 മുറികളുണ്ട്, അവൾ പറഞ്ഞു. നീ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? സ്വിറ്റ്സിൽ നീ ആദ്യമായി വരികയാണ്, അവളുടെ പിതാവ് പറഞ്ഞു. അല്ല, ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ആ കാണുന്ന കെട്ടിടത്തിനുള്ളിൽ ഒരാളെ കൊന്നു കുഴിച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് അവിടെ താമസമില്ലാതായത്. കുഴിച്ചിട്ടിരിക്കുന്ന മുറി വരെ എനിക്ക് നിശ്ചയമുണ്ട്, ആ പെൺകുട്ടി പറഞ്ഞു. അവളുടെ മൂഢമായ വാക്കുകൾ കേട്ടിട്ട് പിതാവ് ആ വിവരം പോലീസിൽ അറിയിച്ചു. അവർ ആ സ്ഥലം കുഴിച്ചു നോക്കി. കെട്ടിടത്തിൻ്റെ നടുഭാഗത്തുള്ള ഒരു മുറിയിൽ നിന്ന് ഒരു ഇരുമ്പ് പെട്ടി കണ്ടെടുത്തു. അത് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ ഒരു അസ്ഥികൂടം സ്ഥിതി ചെയ്യുന്നത് അവർ കണ്ടു. അതിനുശേഷം ആ കുട്ടി ആ കെട്ടിടത്തിൻ്റെ ഓരോ മുറികളെക്കുറിച്ചും അവർ ഉപയോഗിച്ചിരുന്ന കിടക്കയും കാണിച്ചു കൊടുത്തു. അന്വേഷണത്തിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു പെൺകുട്ടി 10ാമത്തെ വയസ്സിൽ മരണമടഞ്ഞതായി വിവരം ലഭിച്ചു. ഇതിൽ നിന്ന് എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ഫ്രാങ്ക്ലിൻ ചോദിച്ചു. പുനർജന്മത്തെക്കുറിച്ചുള്ള വിശ്വാസം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നൂറ്റാണ്ടുകളായി അതിനെക്കുറിച്ച് ഗവേഷണങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ അതിനൊന്നും വ്യക്തമായി യാതൊരു അറിവും ലഭിച്ചിട്ടില്ല. എന്നാൽ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ നാം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും അത്തരത്തിലുള്ള വിശ്വാസങ്ങൾക്ക് സ്ഥിരീകരണം ലഭിക്കുന്നുണ്ട്, എഞ്ചിനീയർ പറഞ്ഞു. മണി 10 കഴിഞ്ഞു. ഗർവാസിസിൻ്റെ മരണത്തെക്കുറിച്ച് താങ്കൾ എന്തു പറയുന്നു? ഫ്രാങ്ക്ലിൻ ചോദിച്ചു. അടിയേറ്റ് മരണമടഞ്ഞതാണല്ലേ താങ്കൾ പറഞ്ഞത്? ഏതെങ്കിലും ഒരു അജ്ഞാത രൂപത്തിൻ്റെ മർദ്ദനമേറ്റല്ല അയാൾ മരിച്ചത്. അത്തരത്തിലുള്ള ഒരു മർദ്ദനമാണ് അയാളുടെ മരണത്തിന് കാരണമാക്കിയതെങ്കിൽ മൃതശരീരം തകർന്നു പോകുമായിരുന്നു. എങ്കിലും അസാധാരണമായ ഒരു താടനമേറ്റാണ് അയാൾ മരിച്ചതെന്നുള്ളതിന് തർക്കമില്ല. നാം ഇവിടെ തുടരണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് രഹസ്യമായി അന്വേഷിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ കൂടുതൽ നമുക്ക് അനുഭവപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ നാം അന്വേഷിക്കുന്നത് തികച്ചും രഹസ്യമായിരിക്കണം, എഞ്ചിനീയർ അഭിപ്രായപ്പെട്ടു. അന്ന് മഞ്ഞ് പെയ്യാത്ത ഒരു രാത്രിയായിരുന്നു. ആകാശം നിർമ്മലമായിരുന്നു. നക്ഷത്രങ്ങൾ നിർമ്മലമായിരുന്നു. നക്ഷത്രങ്ങൾ രത്നം പോലെ ചിതറിക്കിടക്കുന്നു. അകലെയുള്ള മലയുടെ മുകളിൽ മേഘകഷ്ണങ്ങൾ പഞ്ഞിക്കെട്ടുകൾ പോലെ തങ്ങിക്കിടന്നു. നിലാവും നിഴലും ഇടകലർന്നുള്ള ആ കാഴ്ച മനോഹരമായിരുന്നു. ചിമ്മിനിയിൽ കനൽക്കട്ടകൾ എരിഞ്ഞുകൊണ്ടിരുന്നു. എഞ്ചിനീയർ ഒരു ചുരുട്ട് കൊളുത്തി. ഇതുപോലെ ഒരു സംഭവം ഇതിനു മുമ്പ് ഒരിക്കൽ എനിക്കുണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ തെക്കേ അമേരിക്കയിലായിരുന്നു. ആമസോൺ വനങ്ങൾ തുടങ്ങുന്ന ഒരു ഭൂപ്രദേശം. കുറ്റിക്കാടുകളും അല്പം ഉയരമുള്ള വൃക്ഷങ്ങളും നിറഞ്ഞ ആ സ്ഥലത്ത് ഒരു ഫാക്ടറി പണിയാനുള്ള ശ്രമത്തിലായിരുന്നു. തടി അറുത്ത് ഉരുപ്പടികളാക്കി കയറ്റി അയക്കുന്ന ഒരു ഫാക്ടറി ആയിരുന്നു അത്. അവിടെ ജനവാസമില്ലായിരുന്നു. അദ്ദേഹം ചുരുട്ടിൻ്റെ ചാരത്തിൽ ദൃഷ്ടിയൂന്നിക്കൊണ്ട് തുടർന്നു. ഇതുപോലെ ഒരു രാത്രി, എന്നാൽ തണുപ്പില്ലായിരുന്നു, ചൂട് കൂടുതലായിരുന്നു. ഞാൻ ഒരു തോക്കുമായി വേട്ടയ്ക്കിറങ്ങി. ചെറിയ ഇനത്തിൽപ്പെട്ട മാനുകൾ ധാരാളമുള്ള ഒരു പ്രദേശമായിരുന്നു അത്. എന്നോടൊപ്പം ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സമയം 1 മണി കഴിഞ്ഞിരിക്കും. അവിടെ ചെറിയ പാറക്കെട്ടുകളുണ്ടായിരുന്നു, എന്നാൽ വലിയ മലകൾ കുറവാണ്. പിന്നെയുള്ള ആമസോണിൻ്റെ പോഷകനദി ഉത്ഭവിക്കുന്ന ഒരു മല മാത്രമാണത്. അവിടെ നിന്നാൽ വെള്ളി റിബൺ പോലെ നദി അകലെ നിന്ന് ഒഴുകി വരുന്നത് കാണുവാൻ സാധിക്കും. നിലാവ് തട്ടിക്കഴിയുമ്പോൾ ആ പ്രദേശം വളരെ ചന്തമുള്ളതാകും. എന്നാൽ അതുപോലെ ഭീകരതയും കാണും. ഞാൻ മാനുകളുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ക്രൂര മൃഗങ്ങളുമുണ്ട്. അവ രാത്രികാലങ്ങളിൽ ഇരത്തേടി ഇറങ്ങുക പതിവാണ്. അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധയോടെയാണ് ഇറങ്ങിയത്. ക്യാമ്പ് വിട്ട് ഞാൻ 2 മൈൽ അകലെ വരെ പോയിരുന്നു. ഒരു പാറക്കെട്ടിനടുത്തെത്തിയപ്പോൾ ഞാൻ പെട്ടെന്ന് അറച്ചു നിന്നുപോയി. എഞ്ചിനീയർ ചുരുട്ട് വലിക്കുവാൻ വേണ്ടി നിർത്തി. ചാരം ആഷയിൽ തട്ടിയിട്ട ശേഷം അദ്ദേഹം ജനലിൽ കൂടി അല്പസമയം പുറത്തേക്ക് നോക്കിയിരുന്നു. എന്താണ് താങ്കൾ അവിടെ കണ്ടത്? ഫ്രാങ്ക്ലിൻ ചോദിച്ചു. അതൊരു അപൂർവ ജീവിയായിരുന്നു. ചരിത്രാതീത കാലത്തുണ്ടായിരുന്നത് പോലെയാണ്. അതിന് മനുഷ്യൻ്റെ ആകൃതിയാണ് ഉണ്ടായിരുന്നത്. 6 അടി ഉയരം കണ്ടേക്കും. നല്ല ബലിഷ്ഠമായ ശരീരം. മനുഷ്യൻ്റെ മുഖത്തോട് സാമ്യം ഉണ്ടെങ്കിലും ഒരു കുരങ്ങനോടാണ് കൂടുതൽ സാമ്യമുള്ളത്. ശരീരം മുഴുവൻ രോമാവൃതമായിരുന്നു. വിസ്താരമേറിയ താടിയെല്ലുകൾ, സമൃദ്ധമായ രോമങ്ങളുള്ള പുരികക്കൊടികൾ, അല്പം കുഴിഞ്ഞതെങ്കിലും നല്ല തീക്ഷ്ണതയുള്ള കണ്ണുകൾ, വളർന്നു വളഞ്ഞ നഖങ്ങൾ, ഇതൊക്കെയാണ് അതിനുണ്ടായിരുന്ന പ്രത്യേകത. ആ വിചിത്രമായ ജന്തു എൻ്റെ നേരെ തന്നെ നോക്കി നിന്നു, യാതൊരു ചലനവുമില്ലാതെ, ഒരു ശില പോലെ. ഞാൻ ആദ്യം അല്പം ഭയന്നെങ്കിലും തോക്ക് കയ്യിൽ തന്നെയുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ധൈര്യം വീണ്ടെടുത്തു. അതിൻ്റെ നേർക്ക് തോക്ക് പ്രയോഗിക്കുവാൻ എനിക്ക് തോന്നിയില്ല. അതിന് ഒരുമ്പെട്ടാൽ തന്നെ സാധ്യവുമല്ലായിരുന്നു. ഞാനും അതും തമ്മിലുള്ള അകലം വെറും 5 മീറ്ററായിരുന്നു. തോക്ക് ഞാൻ ഉയർത്തുമ്പോൾ അത് ചാടി വീണു അത് കരസ്ഥമാക്കിയാൽ ശേഷിച്ച ഒരേ ഒരു രക്ഷയും നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ ഭയന്നു. അത് നിവർന്ന് അല്പം കുനിഞ്ഞാണ് നിന്നിരുന്നത്. മുതുക് കൊണ്ട് ഒരു വളവുണ്ടായിരുന്നു. അതിൻ്റെ കൈകളിൽ മുട്ടുവരെ നീണ്ടു കിടന്നിരുന്നു. നീളവും വീതിയും ഉള്ള അതിൻ്റെ പാദങ്ങൾ തറയിൽ അമർത്തി ചവിട്ടിയിരുന്നു. 3 മിനിറ്റ് സമയം അങ്ങനെ കഴിഞ്ഞു. ആ ജന്തു അപ്പോഴും നിശ്ചലമായി നിൽക്കുകയായിരുന്നു. ഞാൻ തോക്ക് ചലിപ്പിച്ചാൽ അത് ചാടി വീഴുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അനങ്ങാതെ തന്നെ നിന്നു. അതിനിടയ്ക്ക് വേറൊരു തോന്നലും എന്നിൽ കടന്നുകൂടി.
ആ ജീവി ചിലപ്പോൾ എന്തെങ്കിലും ശബ്ദം പുറപ്പെടുവിച്ച് അതിൻ്റെ കൂട്ടരെ വിളിച്ചാൽ ഞാൻ അപകടത്തിലാവുമെന്ന് എനിക്ക് തോന്നി. അതിനാൽ ഞാൻ പരിസരത്തുള്ള ഓരോ ചലനങ്ങളും കാതോർത്ത് ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറച്ചിരുന്നു. അതെന്തെങ്കിലും ശബ്ദം പുറപ്പെടുവിച്ചാൽ ഞാൻ നിറയൊഴിക്കാൻ തന്നെ തീർച്ചയാക്കി. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അകലെയൊരു കുറ്റിച്ചെടി പടർപ്പിനുള്ളിൽ ഒരു വികൃതമായ ശബ്ദം കേട്ടു. അത്തരത്തിലുള്ള ഒരു ശബ്ദം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലായിരുന്നു. 15 മിനിറ്റുകൾ അത്തരത്തിൽ ഞങ്ങൾ അഭിമുഖമായി നിന്നു. ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് എൻ്റെ മുന്നിൽ നിന്ന് ആ ജന്തു ശ്രദ്ധിക്കുന്നതായി എനിക്ക് തോന്നി. എന്നാൽ അതെന്തെങ്കിലും ശബ്ദം പുറപ്പെടുവിച്ചാൽ ഞാൻ നിറയൊഴിക്കാൻ പാകത്തിൽ വലത് കൈയിൽ ഇരുന്ന തോക്കിൻ്റെ കാഞ്ചിയോട് ചേർത്ത് വിരൽ പിടിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഞാൻ പ്രതീക്ഷിച്ചതിലും വിപരീതമായ ഒരു സംഭവമാണ് നടന്നത്. ആ ജന്തു ഞൊടിയിടയിൽ പിന്തിരിഞ്ഞ് അതിവേഗതയിൽ ശബ്ദം ഉയർന്ന കുറ്റിക്കാട്ടിലേക്ക് ഓടി. ഞാൻ തോക്ക് ഉയർത്തിയതെങ്കിലും എന്തോ ഒരു ശക്തി എൻ്റെ ഉള്ളിൽ നിന്നും എന്നെ തടഞ്ഞു. കാരണം അതിന് മനുഷ്യനോടുള്ള സാമ്യമായിരുന്നു. അതിനെ വെടിവെക്കുന്നത് ഒരു മനുഷ്യനെ വെടിവെക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതിനടുത്ത ദിവസം ഞാൻ അതേ സ്ഥലത്ത് വീണ്ടും പോയി. അന്ന് ഞാൻ വളരെ കരുതലോടെയാണ് നടന്നത്. നല്ല നിലാവുള്ള രാത്രിയായിരുന്നു. നിലാവുള്ള സമയത്ത് ആ പ്രദേശം ഭീകരമാണ്. അതായത് ഉയർന്നു നിൽക്കുന്ന കുന്നിൻപുറങ്ങളിൽ നിലാവ് മഞ്ഞ നിറത്തിൽ വ്യാപിച്ചു കിടക്കും. അതോടൊപ്പം കുഴിവുള്ള സ്ഥലങ്ങളിൽ ഇരുട്ടും തളം കെട്ടി നിൽക്കും. ഒറ്റപ്പെട്ടും കൂട്ടമായി നിൽക്കുന്ന വൃക്ഷങ്ങൾ. അങ്ങകലെയായി ആമസോൺ വനങ്ങളുടെ തുടക്കം. ഇതൊക്കെ കൂടിയാവുമ്പോൾ ആകപ്പാടെ ഒരു ഭീതിജനകമായ അന്തരീക്ഷമാണ് അവിടെ കാണപ്പെടുന്നത്. ഞാൻ അന്ന് ഒരു സ്നേഹിതൻ്റെ ഡബിൾ ബാരൽ ഗൺ ആണ് കയ്യിൽ വച്ചിരുന്നത്. ആവശ്യത്തിനുള്ള തോട്ടുകളും എൻ്റെ കൈവശമുണ്ടായിരുന്നു. ഞാൻ വളരെ കരുതലോടെയാണ് അന്ന് തയ്യാറെടുത്തത്. മുൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ചെന്നു. ഒരു ചെറിയ മാൻ ഓടി വന്ന് ഞാൻ ഇരുന്നിരുന്ന പാറയുടെ അരികിലായി വന്നു നിന്നെങ്കിലും ഞാൻ അതിനെ വെടിവെച്ചില്ല. കാരണം വെടിയുടെ ശബ്ദം കേട്ട് ആ ജന്തു വന്നില്ലെങ്കിലോ എന്ന് ഞാൻ സംശയിച്ചു. അതിനിടയ്ക്ക് ഒരു ചുരുട്ട് വലിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയെങ്കിലും ഞാൻ അതിനുകൂടി തുനിഞ്ഞില്ല. അല്പം കഴിഞ്ഞപ്പോൾ കുറ്റിക്കാടിനുള്ളിൽ ഒരു ചെറിയ അനക്കം ഞാൻ കണ്ടു. 2 കറുത്ത രൂപങ്ങൾ ഞാൻ ഇരുന്ന പാറക്കെട്ടിൻ്റെ നേർക്ക് നടന്നു വന്നു. ഞാനൊരു ശില പോലെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവ എന്നെ കണ്ടു കാണുകയില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. നിലാവുള്ളത് കൊണ്ട് എനിക്ക് അവയെ നല്ലതുപോലെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. ഏതാണ്ട് 100 മീറ്റർ അടുത്തെത്തിയപ്പോൾ അത് രണ്ടും നിന്നു. ചുറ്റുപാടും തിരിയുന്നത് ഞാൻ കണ്ടു. അതിനുശേഷം വീണ്ടും നടത്തം ആരംഭിച്ചു. എൻ്റെ നേർക്കാണ് അത് നടന്നു വന്നുകൊണ്ടിരുന്നത്. ഞാൻ ഇരുന്ന പാറക്കെട്ടിന് ഉയരം ഉണ്ടായിരുന്നുകൊണ്ട് ആ ജന്തുക്കൾ വന്നു നിന്നാലും അവരെന്നെ കാണുകയില്ലെന്ന് എനിക്ക് നിശ്ചയമുണ്ടായിരുന്നു. തൂക്കിയിട്ടിരുന്ന ഇരു കൈകളും ആട്ടിയാട്ടി അവ മുന്നോട്ട് നടന്നു. പാറക്കെട്ടിൻ്റെ അടിയിലെത്തിയപ്പോൾ അവ നിന്നു. ഞാൻ ശ്വാസം അടക്കി പിടിച്ചിരുന്നു. പക്ഷേ അപകടം പതിയിരിപ്പുണ്ടെന്ന് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചത് പോലെയല്ല സംഭവിച്ചത്. ആ ജന്തുക്കൾ മണം പിടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. വേട്ടനായ്ക്കളെ പോലെ അത് എന്തോ മണത്തു അറിയുവാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അവ എന്നെ മണം പിടിച്ച് എൻ്റെ സ്ഥാനം മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞാനും ആ ജന്തുക്കളും തമ്മിൽ 20 അടി അകലം മാത്രമുണ്ട്. ഒടുവിൽ അവ എന്നെ കണ്ടുപിടിച്ചു. 2 ജന്തുക്കളും എൻ്റെ നേർക്ക് തിരിഞ്ഞു വന്നു. അവ ഇണകളാണെന്ന് എനിക്ക് മനസ്സിലായി. ഉയരത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു. അതിൽ സ്ത്രീ ജീവിക്ക് മനുഷ്യ സ്ത്രീകളെപ്പോലെ മാറ് ഉയർന്നു നിന്നിരുന്നു. മുടിക്ക് അല്പം നീളക്കൂടുതലുണ്ടായിരുന്നു. എൻ്റെ നേരെ നോക്കി നിന്നുകൊണ്ട് ആ ജന്തുക്കൾ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ തോക്ക് ഒരു ആക്രമണം ഉണ്ടായാൽ ഏതവസരത്തിലും പ്രയോഗിക്കാവുന്ന രീതിയിൽ വച്ചിരുന്നു. എന്നാൽ അവയെന്നെ ഉപദ്രവിക്കാനുള്ള യാതൊരു ഒരുക്കങ്ങളും ഞാൻ കണ്ടില്ല. അല്പം കഴിഞ്ഞ് അവ രണ്ടും കൂടി ഞാനിരുന്ന പാറയ്ക്ക് 50 അടി അകലെയായി പോയി തറയിലിരുന്നു. എന്തോ കുഴിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. മണ്ണ് മാന്തുന്നതിൽ അവയ്ക്ക് വളരെ കഴിവുണ്ടായിരുന്നു. അല്പസമയം പരിശ്രമിച്ചതിൻ്റെ ഫലമായി അവ മണ്ണിൽ നിന്ന് എന്തോ ഉരുണ്ട ചില വസ്തുക്കൾ ചികഞ്ഞെടുത്തുകൊണ്ട് എൻ്റെ നേർക്ക് വന്നു. പഴയ സ്ഥാനത്ത് വന്നപ്പോൾ അതിലെ പുരുഷജീവി അവർ കൊണ്ടുവന്ന ഉരുണ്ട സാധനങ്ങളൊന്ന് എൻ്റെ നേർക്ക് വലിച്ചെറിഞ്ഞു. അസ്ത്രം പോലെ പാഞ്ഞു വന്ന ആ വസ്തു ഞാൻ കൈക്കൊണ്ടു പിടിച്ചു. അവ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ സൂക്ഷിച്ചു നോക്കി. ആ ജീവികൾ ആ ഉരുണ്ട വസ്തുക്കൾ കടിച്ച് തിന്നാൻ തുടങ്ങി. അതോടൊപ്പം എന്നെ ആംഗ്യം കാണിക്കുകയും ചെയ്തു. ഞാൻ അത് ഭക്ഷിക്കണമെന്നാണ് അവ സൂചിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ വസ്തുവിൻ്റെ പുറത്ത് പറ്റിപ്പിടിച്ചിരുന്ന മണ്ണ് തുടച്ചു കളഞ്ഞ ശേഷം പാറയിൽ അടിച്ചു പൊട്ടിച്ചു. അതും ഒരു തരം കിഴങ്ങായിരുന്നുവെന്ന് എനിക്ക് തോന്നി. ഞാൻ അതിൻ്റെ ഒരു കഷ്ണം കടിച്ചു നോക്കി. നല്ല മധുരവും രുചിയും ആ കിഴങ്ങിനുണ്ടായിരുന്നു. എന്നാൽ ഞാൻ രുചിച്ചു നോക്കിയതേയുള്ളൂ. അത് നന്നായി എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ആ കിഴങ്ങുകൾ ആ ജന്തുക്കൾ മുഴുവൻ തിന്നു. എന്നാൽ പകുതിയായപ്പോൾ അവയുടെ കാലുകൾ നിലത്ത് ഉറയ്ക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അവ രണ്ടും ആടി ആടി നിലം പതിച്ചു. അതൊരു തരം ലഹരി ഉണ്ടാക്കുന്ന കിഴങ്ങാണെന്ന് എനിക്ക് ബോധ്യമായി. ആ 2 ജന്തുക്കളും തറയിൽ പതിച്ചപ്പോൾ ഞാൻ സാവധാനം പാറക്കെട്ടിൽ നിന്നും താഴെ ഇറങ്ങി. അവ രണ്ടും കിടക്കുന്ന സ്ഥലത്തേക്ക് നടന്നെടുത്തു. അവ നല്ല ഉറക്കമാണെന്ന് തോന്നിയപ്പോൾ ഞാൻ അടുത്തായി താഴെ ഇരുന്നു. ഞാൻ വളരെ അടുത്തിരുന്നു കൊണ്ട് ആ അപൂർവ ജന്തുക്കളെ വീക്ഷിച്ചു. അതിൽ പുരുഷ ജന്തുവിന് നമ്മോട് വളരെ സാമ്യമുണ്ട്. എന്നാൽ രോമങ്ങൾ ധാരാളം ഉണ്ടെന്ന് മാത്രം. വിട്ടുപോയ കണ്ണി. എൻ്റെ മനസ്സ് പിറുപിറുത്തു. പരിണാമ സിദ്ധാന്തത്തിൻ്റെ വിട്ടുപോയ കണ്ണിയാണോ അതെന്ന് ഞാൻ സംശയിച്ചു. ഞാൻ ഉടൻ തന്നെ ക്യാമ്പിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ എത്തി കുറേ പേരെങ്കിലും കൂട്ടിക്കൊണ്ട് വന്ന ശേഷം ആ ജന്തുക്കളെ ബന്ധനസ്ഥരാക്കി അവിടെ നിന്നും കൊണ്ടുപോകണമെന്ന് ഞാൻ കരുതി.
അവിടെ നിന്ന് ഞാൻ ക്യാമ്പിലേക്ക് നടന്നു. ഏകദേശം 5 മൈൽ ദൂരത്തോളം ഞാൻ ചെന്നിരുന്നു. ആ രാത്രിയിൽ അത്ര എളുപ്പം നടന്നെത്തുക പ്രയാസകരമായിരുന്നു. എങ്കിലും ഞാൻ അതിവേഗം നടന്നു. ക്യാമ്പിൽ ഞാൻ 1.5 മണിക്കൂർ സമയം കൊണ്ട് ചെന്ന് ചേർന്നു. അവിടെ എത്തിയപ്പോൾ മണി 2 കഴിഞ്ഞിരുന്നു. ഞാൻ നടന്ന സംഭവം പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ അവർ ഒട്ടും തന്നെ വിശ്വസിച്ചില്ല. ഞാൻ എത്ര പറഞ്ഞു നോക്കിയെങ്കിലും അവരുടെ മുമ്പിൽ ഫലിച്ചില്ല. ഞാൻ ഭ്രാന്ത് പറയുകയാണെന്ന് വരെ അവർ പറഞ്ഞു. പക്ഷേ അതിലൊരാൾ എന്നോടൊപ്പം വരാൻ തയ്യാറായി. ഒരു സ്കോട്ട്ലൻഡുകാരൻ. അയാൾ ഒരു സുവോളജി പ്രൊഫസറായിരുന്നു. അതുകൊണ്ടാണ് അയാൾ വരാമെന്ന് സമ്മതിച്ചത്. ഞങ്ങൾ 2 പേരും കൂടി ആ രാത്രിയിൽ തന്നെ ആ സ്ഥലത്തെത്തി. പക്ഷേ എനിക്ക് അയാളുടെ മുന്നിൽ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വന്നു. എന്നാൽ അവിടെ കിടന്ന കാട്ടുകിഴങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുത്തു. അയാൾ പകുതി വിശ്വസിച്ചെങ്കിലും എന്നെ സംശയത്തോടെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവസാനം അടുത്ത ദിവസം അയാൾ എന്നോടൊന്നിച്ച് വേട്ടയ്ക്ക് വരാമെന്ന് സമ്മതിച്ചു. അടുത്ത ദിവസം ഞാനും അയാളും കൂടി ആ സ്ഥലത്ത് ചെന്നു. സമയം 10 മണി കഴിഞ്ഞിരുന്നു. അന്ന് നിലാവുള്ള ഒരു രാത്രിയായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടി അതേ പാറപ്പുറത്ത് ആ ജന്തുക്കളെ കാത്തിരുന്നു. ഒരു സിഗരറ്റ് പോലും വലിക്കുവാൻ ഒരുങ്ങിയില്ല. ഇനി ചിലപ്പോൾ അവ ഭയപ്പെടുന്നുണ്ടാവുക എന്ന് ഞാൻ സംശയിച്ചിരുന്നു. ഒരു കാര്യം നിശ്ചയമുണ്ടായിരുന്നു. അവയ്ക്ക് മനുഷ്യരോട് സ്നേഹമുണ്ടെന്നതിന് തെളിവായിരുന്നു തലേദിവസം ലഹരി പിടിപ്പിക്കുന്ന ആ കിഴങ്ങ് എനിക്ക് എറിഞ്ഞു തന്നത്. ചിലപ്പോൾ ഞാൻ അതിനെ ഉപദ്രവിക്കാത്തത് കൊണ്ടുമാവാം. മണി 11 കഴിഞ്ഞു. അകലെയുള്ള കുറ്റിച്ചെടികളിൽ ചലനം ഞങ്ങൾ കണ്ടു. അല്പസമയം കഴിഞ്ഞു. ഇരുണ്ട ഒരു രൂപം ഞങ്ങൾക്ക് അഭിമുഖമായി നടന്നു വന്നു. ഞാനും സുഹൃത്തും ശ്വാസമടക്കി പിടിച്ചിരുന്നു. അവ നേരെ ഞങ്ങൾ ഇരുന്നിരുന്ന സ്ഥലത്തേക്ക് വന്നു. പാറക്കെട്ടിൻ്റെ അടുത്ത് വന്ന ശേഷം അത് തലേ ദിവസത്തെ പോലെ തന്നെ മണം പിടിച്ചു. അതിനുശേഷം പഴയ സ്ഥലത്ത് ചെന്ന് മണ്ണിൽ കുഴിക്കുവാൻ തുടങ്ങി. എൻ്റെ സുഹൃത്ത് ജിജ്ഞാസയോടെ ആ ഭാഗത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ആ ജന്തു വളരെ സമയം ആ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം മണ്ണിൽ നിന്നും ആ കിഴങ്ങുകൾ തോണ്ടി എടുത്തുകൊണ്ട് ഞങ്ങൾ ഇരുന്നിരുന്ന പാറക്കെട്ടിൻ്റെ അടിയിൽ വന്ന് 2 കിഴങ്ങുകൾ ഞങ്ങളുടെ നേർക്കെറിഞ്ഞു തന്നു. എൻ്റെ സുഹൃത്ത് തോക്കെടുത്ത് വെടിവയ്ക്കുവാൻ തുനിഞ്ഞു. പക്ഷേ ഞാൻ അതിന് സമ്മതിച്ചില്ല. അയാൾക്ക് എന്നോട് പരിഭവം തോന്നി. അന്ന് അത് ആ കിഴങ്ങ് ഭക്ഷിച്ചില്ല. അതും പറിച്ചുകൊണ്ട് കുറ്റിക്കാട്ടിന് നേർക്ക് നടന്നു പോവുകയാണ് ചെയ്തത്. ഒരുപക്ഷെ തലേന്ന് അവിടെ കിടന്ന സംഗതി അതിന് ഒരു അപകട സൂചന നൽകിയിരിക്കാം. താങ്കൾ എന്താണ് വെടിവെക്കാൻ സമ്മതിക്കാഞ്ഞത്? സുഹൃത്ത് എന്നോട് ചോദിച്ചു. അതൊരിക്കലും ശരിയല്ല. അതൊരു ജന്തുവാണെങ്കിലും അതിനെ കൊല്ലുന്നത് ഒരു കൊലപാതകമായി ഞാൻ കരുതുന്നു. കാരണം അതിന് മനുഷ്യനുമായി വളരെയധികം സാമ്യമുണ്ട്, ഞാൻ പറഞ്ഞു. എൻ്റെ വിശദീകരണം സുഹൃത്തിന് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ വിജയിച്ചു. തലേദിവസം ഞാൻ പറഞ്ഞത് വിശ്വസിക്കാതെ എന്നെ പരിഹസിച്ചവർക്ക് അവരുടെ ഇടയിൽ ഞാനൊരു വലിയ നിരീക്ഷകനായി എന്നൊരു തോന്നൽ എന്നെ സന്തോഷിപ്പിച്ചു. ഞാനും സുഹൃത്തും കൂടി ആ കിഴങ്ങുകളുമായി മടങ്ങി. അവിടെ എത്തി ആ വിവരം അവരെ പറഞ്ഞു കേൾപ്പിച്ചു. എങ്കിലും ചിലർ അത് അപ്പോഴും വിശ്വസിച്ചില്ല. പിന്നീട് ഞാൻ പല പ്രാവശ്യം അവിടെ പോയെങ്കിലും അവയെ കാണുവാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ അവ ഭയന്ന് പിന്മാറിയതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പിറ്റേ ദിവസം വേറൊരാളെ കൂട്ടിക്കൊണ്ട് ചെന്നപ്പോൾ ആ ജന്തുവിന് എന്തെങ്കിലും സംശയം തോന്നിയേക്കാം. ഞാൻ അതിനെ കൊടുക്കുവാൻ പദ്ധതിയിട്ട് വന്നതാണെന്ന് അത് അനുമാനിച്ചിരിക്കും. താങ്കൾ കണ്ടുവെന്ന് പറയുന്ന ആ ജന്തു മനുഷ്യനുമായി സാമ്യം ഉണ്ടായിരുന്നു ഇല്ലേ? ഫ്രാങ്ക്ലിൻ ചോദിച്ചു. തീർച്ചയായും മനുഷ്യനുമായി അടുത്ത രൂപസാദൃശ്യം ഉണ്ടായിരുന്നു. ബുദ്ധിയും ഉണ്ടായിരുന്നുവെന്ന് വേണം വിശ്വസിക്കുവാൻ. അല്ലെങ്കിൽ അടുത്ത ദിവസം തീർച്ചയായും വരുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ആമസോൺ വനങ്ങളിൽ ചരിത്രാതീത കാലത്തുള്ളതെന്ന് വിശ്വസിക്കുന്ന ചില ദിനോസറുകളെയും കണ്ടിട്ടുണ്ട്. എന്നാൽ അവയ്ക്ക് അന്നുള്ള വലിപ്പം ഇല്ലായിരുന്നു. ആനക്കുട്ടികളെ വരെ റാഞ്ചിയെടുത്ത് കൊണ്ടുപോകുന്ന പറക്കുന്ന ദിനോസറുകൾ ഉണ്ടായിരുന്നത്രേ. എന്നാൽ ഇവ അത്രയൊന്നും വരില്ലായിരുന്നു. എന്നാൽ ഒരു ആൺകുട്ടിയെ അത് വളരെ ലാഘവമായി എടുത്തുകൊണ്ട് പോകുമെന്നുള്ളതിൽ സംശയമില്ല. അതുപോട്ടെ, പ്രേതങ്ങളെക്കുറിച്ചല്ലേ നാം പറഞ്ഞു വന്നത്. ഇത്തരത്തിലുള്ള ജന്തുക്കളെ കണ്ടാൽ നാം പ്രേതമാണെന്ന് തെറ്റിദ്ധരിക്കും. എഞ്ചിനീയർ കെട്ടുപോയ ചുറ്റിന് തീ കൊളുത്തി. അതുപോട്ടെ, ആ കല്ലറകൾ തുറന്നത് ആരാണെന്ന് ഇതുവരെ നമുക്ക് അറിയാൻ കഴിഞ്ഞില്ലല്ലോ, ഫ്രാങ്ക്ലിൻ ചോദിച്ചു. എൻ്റെ സംശയം അത് ഈ നാട്ടുകാർ ആരെങ്കിലും ആയിരിക്കുമെന്നാണ്. അല്ലാതെ ആരാണ് അതിന് മുതിരുക? അതിനുള്ളിൽ ആഭരണങ്ങൾ കാണുമെന്ന് അവർ വിശ്വസിച്ചിരിക്കാം. ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. നാം അത് അപ്പോൾ തന്നെ തുറന്നു നോക്കേണ്ടതായിരുന്നു, എഞ്ചിനീയർ പറഞ്ഞു. ശരിയാണ്, നാം ഒരു മടയത്രമാണ് കാണിച്ചത്. അത് തുറന്ന് പരിശോധിക്കേണ്ടതായിരുന്നു. സാത്രി വരുന്നതുവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ഫ്രാങ്ക്ലിൻ പറഞ്ഞു. ഇനി അത് പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ലല്ലോ, എഞ്ചിനീയർ സമാധാനിപ്പിച്ചു. മണി 10 കഴിഞ്ഞു. പുറത്ത് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നത് ജനാലയിൽ കൂടി കാണാം. കുറ്റിച്ചെടികളിൽ മഞ്ഞ് വീണ് സോപ്പ് പത പോലെ കിടന്നിരുന്നു. ചെന്നായ്ക്കൾ ഓലിയിടുന്നത് അകലെ നിന്നും കേൾക്കാം. ഏതായാലും അപ്രതീക്ഷിതങ്ങളായ പല സംഭവങ്ങളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരു ഫാക്ടറി പണിത് കഴിഞ്ഞാൽ പോലും ഇവ ആവർത്തിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും വളരെ വിചിത്രമായിരിക്കുന്നു, ഫ്രാങ്ക്ലിൻ പറഞ്ഞു. മണി 10:30. വാതിൽക്കൽ ആരോ തട്ടുന്ന ശബ്ദം അവർ കേട്ടു. ആരാണ് ഈ രാത്രിയിൽ ഇവിടെ വരുന്നത്? അവർ ഇരുവരും സംശയദൃഷ്ടിയോടെ ആ ഭാഗത്തേക്ക് നോക്കി. വാതിൽ തുറന്നു കൊടുക്കണമോ എന്ന് ഇരുവരുടെയും മുഖത്ത് ഒരു സംശയം ഉടലെടുത്തു. ഒടുവിലത് ഫ്രാങ്ക്ലിൻ തന്നെ എണീറ്റു. അയാൾ വാതിൽ തുറന്നു. മുറിക്കുള്ളിലെ അവ്യക്തമായ പ്രകാശത്തിൽ ഒരു സ്ത്രീ രൂപം പുറത്തു നിൽക്കുന്നത് അവർ കണ്ടു.
അനുവാദം ചോദിക്കാതെ അവൾ അകത്തേക്ക് കയറി വന്നു. എണ്ണവിളക്കിൻ്റെ പ്രകാശത്തിൽ അവർ അവളെ കണ്ടു. ഏറിയാൽ അവൾക്ക് 24 വയസ്സ് പ്രായം വരും. മാദക സൗന്ദര്യം വിതുമ്പി നിൽക്കുന്ന മുഖം. ഇറുകിയ കമ്പിളി വസ്ത്രത്തിൽ അവളുടെ ശരീരഘടന ഒരു ശില്പിയുടെ കരവിരുത് പോലെ ശോഭിച്ചു. നീണ്ടുവളഞ്ഞ പുരികക്കൊടികളും ആകർഷണീയതയുള്ള നയനങ്ങളും അവൾക്കുണ്ടായിരുന്നു. പുറത്തുള്ള കൊടിയ തണുപ്പിൽ നിന്ന് ചിമ്മിനിക്കുള്ളിലെ ചൂട് പരന്ന അന്തരീക്ഷത്തിൽ കടന്നപ്പോൾ അവൾ ശിരസിൽ വച്ചിരുന്ന മഞ്ഞു തൊപ്പിയെടുത്ത് കുടഞ്ഞു. ശരീരം മുഴുവൻ മറച്ചിരുന്ന കമ്പിളിക്കുപ്പായം അവൾ അഴിച്ച് ബ്രാക്കറ്റിൽ തൂക്കി. ഈ ചെയ്തതൊക്കെയും ആരുടെയും അനുവാദത്തോടെ അല്ലായിരുന്നു. ഫ്രാങ്ക്ലിനും എഞ്ചിനീയറും അവളുടെ പ്രവൃത്തികൾ ഇമവെട്ടാതെ സൂക്ഷിച്ചുകൊണ്ടിരുന്നു. എന്താ നിങ്ങൾ പരസ്പരം ഉറ്റുനോക്കുന്നത്? അവൾ തന്നെ മുഖവരിയിട്ടു. ഈ അവസരത്തിൽ സുന്ദരിയായ ഒരു യുവതി അപരിചിതരായ 2 ചെറുപ്പക്കാരുടെ മുറിയിൽ കടന്നു വന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു, ഫ്രാങ്ക്ലിൻ പറഞ്ഞു. ഞാൻ ഈ ബംഗ്ലാവിലെ പ്രകാശം കണ്ടു വന്നതാണ്. ഒരു കുതിരവണ്ടിയിൽ 5 മൈൽ അകലിൽ നിന്ന് ഞാൻ വരികയായിരുന്നു. വഴിക്ക് വെച്ച് വണ്ടിയുടെ ഒരു ചക്രം ഇളകിപ്പോയി. അടുത്തു കണ്ട ഒരു പ്രകാശം ഈ ബംഗ്ലാവിൽ നിന്നാണ് ഞാൻ കണ്ടത്, അവൾ നിസ്സങ്കോചം പറഞ്ഞു. എവിടെ നിന്നാണ് വരുന്നത്? ഫ്രാങ്ക്ലിൻ ചോദിച്ചു. ലിമോഗസിൽ നിന്ന് സെയിൻറ്റ് എറ്റ്ലൈനിലേക്ക് ഞാൻ പോവുകയായിരുന്നു. ലിമോഗസിൽ തീവണ്ടി വളരെ താമസിച്ചാണ് വന്നത്. 3 മണിക്കൂർ ലേറ്റ്. എന്നെ പ്രതീക്ഷിച്ച് നിന്നവരെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ വണ്ടി താമസിച്ചതുകൊണ്ട് ഞാൻ വരില്ല എന്ന് അവർ കരുതിയിരിക്കണം. ഒടുവിൽ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. ഈ വഴി അപകടം നിറഞ്ഞതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ വണ്ടിക്കാരൻ ധൈര്യമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചു. എന്താണ് പേര്? സെഫോറ, അവൾ മറുപടി പറഞ്ഞു. സെഫോറ എന്ത് ചെയ്യുന്നു? ഫ്രാങ്ക്ലിൻ ചോദിച്ചു. ഞാൻ പാരീസിൽ ഒരു മോഡൽ ഗേളായി ജോലി ചെയ്യുകയാണ്. ഗൗൺ അഴിച്ചു നീക്കിയപ്പോൾ ശേഷിച്ച അവളുടെ വസ്ത്രധാരണത്തിൽ പ്രകടമായിരുന്ന വടിവത്ത അവളുടെ ശരീരം ഒരു മോഡൽ ഗേളിന് യോജിച്ചതായിരുന്നു. ആകൃതിയത്ത അവളുടെ മാറിടങ്ങളും ഇറുകിയ അരക്കെട്ടും കടഞ്ഞെടുത്തതുപോലെയുള്ള കൈക്കാലുകളും ഒരു ശില്പിയുടെ കരവിരുതിനെ വിളിച്ചറിയിക്കുന്ന ഒരു മാർബിൾ പ്രതിമയുടേതുപോലെയായിരുന്നു. ബ്രൗൺ നിറത്തിലുള്ള അവളുടെ തലമുടി പിൻകഴുത്തുമുടി വെട്ടി നിർത്തിയിരുന്നു. ഈ സ്ഥലമൊക്കെ സെഫറയ്ക്ക് നല്ല പരിചയമുണ്ടോ? ഫ്രാങ്ക്ലിൻ ചോദിച്ചു. ഉണ്ട്, അവൾ മറുപടി നൽകി. ഈ സമയത്ത് എഞ്ചിനീയർ എണീറ്റ് ചുവരൽമാരെ തുറന്ന് 2 കുപ്പി ഫ്രഞ്ച് ബിയർ എടുത്തു മേശപ്പുറത്ത് വെച്ചു. അദ്ദേഹം തന്നെ മഗ്ഗുകൾ നിരത്തി ബിയർ കുപ്പികൾ പൊട്ടിച്ചു നിറച്ചു. സെഫർ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. അല്പം ബിയർ കഴിക്കുന്നതിൽ വിരോധമില്ലല്ലോ, അയാൾ പറഞ്ഞു. വളരെ നന്ദി, അവൾ മഗ്ഗ് കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. മുറിക്കുള്ളിലെ ചൂടിൽ ബിയർ കുടിക്കുന്നത് രസകരമായിരുന്നു. ഇവിടെ അടുത്തെവിടെയെങ്കിലും ആൾപ്പാർപ്പുള്ള സ്ഥലങ്ങളുണ്ടോ? ഫ്രാങ്ക്ലിൻ ചോദിച്ചു. 5 മൈൽ പടിഞ്ഞാറ് മാറി പഴക്കമുള്ള ഒരു ബംഗ്ലാവ് ഉള്ളതായി എനിക്കറിയാം. പക്ഷേ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു സ്ഥലം ഉള്ളതായി ഞങ്ങൾക്കറിയില്ലല്ലോ, എഞ്ചിനീയർ സംശയം പ്രകടിപ്പിച്ചു. പക്ഷേ ആ ബംഗ്ലാവ് പുറത്തുനിന്ന് നോക്കിയാൽ കാണുന്ന രീതിയിലല്ല സംവിധാനം ചെയ്തിട്ടുള്ളത്. ഏകദേശം 1 മൈൽ വ്യാസം വരുന്ന ഒരു കാടിന് നടുക്കാണ് ആ കെട്ടിടം. ആ കാട്ടിൽ പലതരത്തിലുള്ള വൃക്ഷലതാദികളുണ്ട്. കൂടുതലും വിഷമുള്ള ചെടികളാണ്. ചില മുൾച്ചെടികളുടെ സ്പർശനമേറ്റാൽ വിഷബാധയേറ്റ് ഒരു വലിയ ആന പോലും തൽക്ഷണം മൃതിയടയും. അത്തരത്തിലുള്ള അപായകരമായ ഒരു ചുറ്റുപാടാണ് അവിടെയുള്ളത്. അപരിചിതരായ ആളുകൾ അതിനുള്ളിൽ കടന്നാൽ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അവളുടെ വിവരണ അത്ഭുതത്തോടെയാണ് അവർ ശ്രവിച്ചത്. സെഫോറ ആ സ്ഥലത്ത് പോയിട്ടുണ്ടോ? എഞ്ചിനീയർ ചോദിച്ചു. ഇല്ല, അവൾ തറപ്പിച്ചു പറഞ്ഞു. പിന്നെ എങ്ങനെ കൃത്യമായി ഇത് പറയാൻ കഴിഞ്ഞു? ഞാൻ കേട്ടതിങ്ങനെയാണ്. ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. അത്തരത്തിലുള്ള വിചിത്രങ്ങളായ സസ്യങ്ങൾ ഉള്ള സ്ഥിതിക്ക് അതിനെക്കുറിച്ച് പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, സുവോളജിസ്റ്റായ ഫ്രാങ്ക്ലിൻ പറഞ്ഞു. ചിമ്മിനിക്കുള്ളിൽ കനൽ കെട്ടടങ്ങാൻ ആരംഭിച്ചിരിക്കുന്നു. ഫ്രാങ്ക്ലിൻ കുറേ കൽക്കരി തുണ്ടുകൾ അതിനുള്ളിൽ നിക്ഷേപിച്ചു. പൊട്ടലുകൾ, അഗ്നിസ്ഫുലികങ്ങൾ അതിനുള്ളിൽ ചിതറി. കത്തിക്കൊണ്ടിരുന്ന കൽക്കരിയുടെ പ്രകാശത്തിൽ അവളുടെ മുഖം ചുവന്നിരുന്നു. അവൾ കുറെ കൂടി സുന്ദരിയായ പോലെ അവൾക്ക് തോന്നി. എന്നാൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുഖത്ത് സംശയത്തിൻ്റെ നിഴൽ വീശിയിരുന്നു. ഉദ്ദേശം 10 മണിക്കാണ് അവൾ എത്തിയത്. അവളുടെ മുഖത്ത് യാതൊരുവിധ ഭയത്തിൻ്റെ രേഖകൾ പോലും ഉണ്ടായിരുന്നില്ല. തീവണ്ടി 3 മണിക്കൂർ ലേറ്റായപ്പോൾ അവൾക്ക് തീർച്ചയായും ലിമോഗസിൽ കഴിയാമായിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞാലും ഒരിക്കലും അവർ എത്തേണ്ട സ്ഥലത്ത് എത്തുകയില്ല. ഒരു കുതിരവണ്ടിക്കാരനെ വിശ്വസിച്ച് പാതിര സമയത്ത് അവൾ യാത്ര ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്താണ് അവളുടെ ഉദ്ദേശം? ഫ്രാങ്ക്ലിൻ ചിന്തിച്ചു. മണി 12 കഴിഞ്ഞു. പെട്ടെന്ന് പുറത്ത് ഒരു കുതിരക്കുളമ്പടിയുടെ ശബ്ദം അവർ കേട്ടു. കഥ തുടരും.